ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നമ്മുടെ ഋഷി പുറത്തായിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇത് പറയുന്നത്? എങ്ങനെ ഞാൻ ഇത് അറിഞ്ഞു ഋഷി പുറത്തായിട്ടുള്ള കാര്യം? സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് പറയുന്നത്? എല്ലാത്തിനും വ്യക്തമായിട്ട് ഉത്തരം തരാം. സോ വൺ സെക്കൻഡ്, വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. ഒരുപാട് യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനം നമ്മൾ എടുത്തു നോക്കുന്നില്ല. ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിന്റെ കുറച്ച് ന്യൂസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. 5 പേര് ടോപ്പ് 5 എന്നൊരു കാര്യം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് സെലക്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ശ്രീധുൻ എവിക്ട് ചെയ്തോടെ 5 പേരെ ആരൊക്കെയാണ്? ജിൻഡോ, അർജുൻ, ജാസ്മിൻ, പിന്നെ ഋഷി, പിന്നെ അഭിഷേക്. ഇങ്ങനെ 5 പേരുമാണ് ഇപ്പൊ 5 ടോപ്പ് 5ലുള്ള ആൾക്കാർ. അപ്പൊ എന്ന് നോക്കുമ്പോൾ നമ്മുടെ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എപ്പിസോഡിൽ നിന്നാണ് ഓരോ ആൾക്കാരെ എവിക്റ്റായി പുറത്തു പോകുന്നതായിരിക്കും. ആ ഒരു ഓർഡറിലാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഋഷി എവിക്റ്റഡ് എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ ആദ്യം പടിയിറങ്ങാൻ പോകുന്ന വ്യക്തി എന്ന് തന്നെ പറയാം. അതിനുശേഷമായിരിക്കും അഭിഷേക്. എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? നമ്മുടെ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വോട്ടിംഗ് റിസൾട്ടും അഭിഷേകാണ് പുറകിൽ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഋഷിയാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. ഏറ്റവും ആദ്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നതും നമ്മുടെ ഋഷി തന്നെ ആയിരിക്കും. അതേ സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് അല്ലല്ല അഭിഷേകാണ് പുറത്തു പോകുന്നത് എന്ന്. പക്ഷെ അഭിഷേക് പുറത്തു പോകാനുള്ള യാതൊരു ചാൻസും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് പുറകിൽ നിന്ന് വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ സിജോ, നന്ദന, സായ് ഇവരുടെ 3 പേരുടെ വോട്ട് അഭിഷേകിന് കിട്ടുന്നത് കൊണ്ട് തന്നെ അഭിഷേക് എന്തായാലും ആദ്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. രണ്ടാമതായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. ഉറപ്പായിട്ടും ഈ പ്രാവശ്യത്തെ എവിക്ഷനിൽ നല്ല ട്വിസ്റ്റ്കരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡോറ് തുറന്ന് ബുള്ളറ്റിൽ ആൾക്കാർ വന്നിട്ട് കയറ്റിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് എപ്പിസോഡിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അപ്ഡേറ്റ് വ്യക്തമായിട്ട് തരുന്നതായിരിക്കും. അപ്പൊ അത് കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഋഷിയാണ് ആദ്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്ഷൻ അല്ലെങ്കിൽ സൺഡേ എപ്പിസോഡിൽ പുറത്തു പോകുന്നത് എന്നൊരു ന്യൂസ് ലഭിച്ച ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ.